കോട്ടയം കൈപ്പുഴ പുളിക്കൽ കുടുംബസംഗമം കോട്ടയം കാരിത്താസ് ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ നടന്നു. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ അശോക് കുമാർ, വിജയൻ നായർ, ഗോപിനാഥൻ നായർ, കോമളവല്ലി, ശശിധരൻ നായർ, മുരളീധരൻ നായർ, രവീന്ദ്രനാഥ പണിക്കർ എന്നിവരെ വേദിയിൽ ആദരിച്ചു. രാമചന്ദ്രൻ നായർ, ആര്യാവതി അമ്മ, അനസൂയക്കുട്ടിയമ്മ, എസ് വേലപ്പൻ നായർ മാനാനം, ഭവാനിയമ്മ കൈപ്പുഴ, കെ ശങ്കരൻ നായർ പേരൂർ, രത്നവല്ലി തലയോലപ്പറമ്പ്, രാധാമണി രാമപുരം, സോമൻ നായർ മാന്നാനം എന്നിവരെ വീടുകളിലെത്തി ആദരിച്ചു. കുടുംബത്തിലെ പൂർവികരെ യോഗത്തിൽ അനുസ്മരിച്ചു. കുടുംബസംഗമ സംഘാടക സമിതി പ്രസിഡന്റ് കേണൽ PS രാജു ആമുഖ പ്രഭാഷണം നടത്തി. അല്ലെങ്കിൽ അതിന് കൊടുത്ത പിള്ളേരെ വിളിക്കുക, കുട്ടികൾ അവരവിടെ പോയി അവരെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അവരുടേതായ ഹാർഡ് വർക്ക് കൊണ്ട് അവരൊരു പൊസിഷൻ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇത് വെസ്റ്റേൺ കൺട്രീസിലോ വേറെ കൺട്രീസിൽ ഇല്ല. കാരണം അവർ 18 വയസ്സാകുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി വരും. യു ആർ എ യൂഷ്വൽ യു ഗോ ആൻഡ് ഡു. പിന്നെ അവർ സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് വേണമെങ്കിൽ അവർക്ക് പോകാം. അതെങ്ങനെ അത്ര പറ്റും? നമ്മളങ്ങനെയല്ല. നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച്, അത് ഈ ഒരു കൾച്ചറാണ് നമ്മുടെ ഭാരതത്തിലെ, ഇന്ത്യയിലെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള വ്യത്യസ്തമായ കൾച്ചർ. നമ്മുടെ പല കൾച്ചറും നമ്മുടെ ഇതിന് മുമ്പുള്ള റൂളേഴ്സ് അത്ര വലിയ കെയർ ചെയ്തിട്ടില്ല. നമ്മുടെ കൾച്ചർ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് നമ്മൾ പലപ്പോഴും നമ്മളതിനെ മാറ്റി. ഇപ്പൊ കുറെയൊക്കെ റിജുവനേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സാൻസ്ക്രിറ്റ്. സ്വീഡനിലോ ഒക്കെ പോയി അവർ സാൻസ്ക്രിറ്റ് തുടങ്ങിയിരിക്കുകയാണ് പഠിപ്പിക്കാനായിട്ട്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ there is something in that. പക്ഷെ നമ്മുടെ ഇവിടെ സംസ്കൃതം എന്ന് പറയാം, എല്ലാം പഠിക്കാനൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് നമ്മുടേതായ കൾച്ചർ, അത് നമ്മുടെ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ പല കുടുംബം തീരുമാനമാണ് ദേശം ഉണ്ടാകുന്നത്, പല ദേശം തീരുമാനമാണ് ഒരു രാജ്യം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ബേസിക് റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബമാണ്. ഇപ്പൊ പുളിക്കൽ കുടുംബം എന്ന് പറഞ്ഞാൽ ബേസിക് ഇതാണ്, ഒരു ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ വേരിയസ് ഡെവലപ്മെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് വരുന്നത്. NC വിജയകുമാർ കൂത്താട്ടുകുളം മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ അനിൽ രാഘവൻ കുടുംബസംഗമ സന്ദേശം നൽകി. ഞങ്ങളുടെ പ്രായത്തിലൊക്കെ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, യൗവനകാലത്ത് നസീറും മമ്മൂട്ടിയും ഒക്കെയാണ്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഷാരൂഖ് ഖാനും അങ്ങനെ പുതിയ ആളുകൾ വരികയാണ്. എങ്ങനെയാണ് അവർ സെലിബ്രിറ്റികളാകുന്നത്? റിലേഷൻഷിപ്പിലൂടെയാണ്. റിലേഷൻഷിപ്പ്, പബ്ലിക് റിലേഷൻഷിപ്പ്. നമുക്ക് നമ്മുടെ ആളുകളോട് സംസാരിക്കാനും നമ്മുടെ ആശയവിനിമയം നടത്താനും ഉള്ള തലങ്ങൾ ഏത് എന്ന് കണ്ടുപിടിക്കുമ്പോഴാണ് അത് പബ്ലിക് റിലേഷന്റെ ഏറ്റവും വലിയ ഉയർന്ന പദവിയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് നമ്മൾ ഷാരൂഖ് ഖാനെ ഓർക്കുന്നു, അല്ലെങ്കിൽ സിനിമാ നടന്മാരെ ഓർക്കുന്നു. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ശങ്കരാചാര്യർ എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്? എങ്ങനെയാ വന്നത്? സ്പിരിച്വൽ കൂടാണ്, അല്ലെ? സ്പിരിച്വൽ കൂടിലാണ് ശങ്കരാചാര്യർ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിന് ഒരു കെമിസ്ട്രി ഉണ്ട്. ആരും ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ടെന്നൊന്നും പറയാറില്ല. ഞങ്ങളുടെ ജീവിതത്തിന് ഒരു കെമിസ്ട്രി ഉണ്ട്. ചില ആന്റി ഓക്സിഡന്റുകൾ നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇമോഷണൽ ആയിട്ട്, നമ്മുടെ അമ്മ നൽകുന്ന റിലേഷൻഷിപ്പ് ഇമോഷണൽ ആണ്, അല്ലെ? അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ എത്രയോ, എന്റെ അമ്മയെ കുറിച്ച് ഞാൻ ഓർക്കുന്നത്, ഞാൻ കല്യാണം കഴിച്ച് മായ ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഞാൻ എന്റെ അമ്മ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഞങ്ങൾ 2 മക്കളെ വളർത്തുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത് നേരിട്ട് കാണുകയാണ്. നമ്മൾ ആദ്യം ഓർക്കും, ഈ അമ്മ എന്നെ എങ്ങനെയൊക്കെ പറയുന്നത്, ഈ അമ്മയ്ക്ക് എങ്ങനെ ഇത്രമാത്രം സ്നേഹം തരാൻ കഴിയുന്നത്? അമ്മയ്ക്ക് സ്നേഹം തരാൻ കഴിയുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്ന മക്കൾ തന്നെയാണ്. PR ഗണേഷ് ആശയവിനിമയ പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. സുധീർ M ദാസ്, ബ്രഹ്മപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നന്ദന, നയന, അഡ്വക്കേറ്റ് ഷൈല ഗണേഷ്, ഡോക്ടർ രശ്മ അർജുൻ, ബിന്ദു, പ്രീതി, മാനിക, ദീർഥി, സുരേഷ് ബാബു, പ്രിയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.